എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നു മുതലായിരിക്കും ആരംഭിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ഇപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മളിതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കാണാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ കോളേജിലെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നു മുതലായിരിക്കും ആരംഭിക്കുക എന്ന് പല വിദ്യാർത്ഥിനികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. കൂടുതലായി കമൻറ്റ് വരുന്ന ചോദ്യം തന്നെ ഇതുതന്നെയാണ്. കാരണം FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളായ തേർഡ് ഇയർ വിദ്യാർത്ഥികളുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് ആരംഭിക്കുക. ഏപ്രിൽ മാസം 3-ാം തീയതി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 3 വർഷ തേർഡ് ഇയർ വിദ്യാർത്ഥികളുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നായിരിക്കും നടക്കുക. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഓൾറെഡി കഴിഞ്ഞതാണല്ലോ എന്നുള്ളതെല്ലാം പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും ചിലപ്പോൾ ജൂണിലേക്ക് നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഏപ്രിൽ മെയ് മാർച്ച് മാസം 29-ാം തീയതി ഇന്നു മുതൽ മാർച്ച് മാസം 29-ാം തീയതി മുതൽ കോളേജിന് അവധിയാണ്. ജൂൺ 1 വരെയാണ് കോളേജിന് അവധി. ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ നടക്കും. പരീക്ഷ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുകയുള്ളൂ. അതുമാത്രമല്ല അതിനിടയ്ക്ക് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ 4th സെമസ്റ്റർ എക്സാമും നടക്കുക എന്നുള്ളതൊരു നടക്കാൻ സാധ്യത കുറവാണ്. കാരണം മെയ് മാസം എന്ന് പറയുന്നത് ഫുള്ള് വെക്കേഷൻ്റെ ടൈമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെയ് മാസത്തെ വെക്കേഷനും കഴിഞ്ഞ് ജൂണിലായിരിക്കും മിക്കവാറും ഒരു 90% അല്ലെങ്കിൽ 95% നിങ്ങളുടെ എക്സാം ജൂണിൽ നടക്കാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ജൂണിൽ നടക്കാനാണ് സാധ്യത എന്ന് പറയുന്നതിന് കാരണം ഇതുമായി ബന്ധപ്പെട്ടത് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും കുറിച്ച് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയായി. അതായത് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി നടപടികളൊക്കെ പൂർത്തിയാക്കി. എന്നാൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എന്ന് തുടങ്ങും, ടൈം ടേബിൾ, ഹാൾ ടിക്കറ്റ് പോലെയുള്ള മറ്റൊരു കാര്യങ്ങളും ഇതുവരെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടില്ല. രജിസ്ട്രേഷൻ നടപടികൾ യൂണിവേഴ്സിറ്റി പൂർത്തിയാക്കി. അത് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയായാലും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയായാലും. എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയും. പരീക്ഷ എന്ന് തുടങ്ങുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജൂണിലേക്ക് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയാം, the founder of Career Photog, the career guide. Thanks for watching. Bye.